ഇന്ന് മഹിളാ മോർച്ചന്റെ ഒരു സമരം കണ്ട് KSRTC-യിൽ. സത്യത്തിൽ സമരത്തിനോട് തന്നെ ആളുകൾക്കൊരു വല്ലാത്ത ഒരു എന്തൊരവസ്ഥയാണ് വരുത് എന്ന് തോന്നിപ്പോയി. കാരണം നമ്മളൊന്നും ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളല്ലെങ്കിലും അവരൊന്ന് കയറി ഇരുന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി മറ്റു മന്ത്രിമാരും വകുപ്പുകളൊക്കെ വന്നതിന് ശേഷമൊക്കെ എന്താണ് അവർ നടപ്പിലാക്കുന്നതും നടപ്പിലാക്കാത്തതുമൊക്കെ നോക്കിയിട്ട് പ്രതിഷേധിക്കണമെങ്കിൽ അതിനൊരു രസമുണ്ട്. ഇത് യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഭരണ മാറ്റങ്ങളെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മഹിളാ മോർച്ച BJP ടീം RSSന്റെ ടീം മാറി എന്നുള്ളത് കാണുകയാണ്. ഇന്നിപ്പോൾ പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അത്തരത്തിലുള്ളൊരു സമരത്തിൽ ഇവരെ കാണില്ല. കാരണം ഇവർക്കിത് മുഴുവൻ ഫ്രീ ആണ്. ഗ്യാസ് ഫ്രീ ആണ്, പെട്രോളും ഡീസലും ഫ്രീ ആണ്. പിന്നെ 15 ലക്ഷം രൂപ വെച്ച് അക്കൗണ്ടൊക്കെ എല്ലാവർക്കും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുകയാണ്. ഇവർ ഈ കോലത്തിൽ ഇപ്പോൾ ഈ ആകെ കേരളത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 15-ാം തീയതി മുതൽ ബസ്സിൽ ഫ്രീ ആയിരിക്കുമെന്ന് KC വേണുഗോപാലും അതേപോലെ തന്നെ പാലക്കാട് മത്സരിച്ച നമ്മുടെ രമേശ് പിഷാരടിയൊക്കെ നിന്ന് പറയുന്ന വീഡിയോ ഒക്കെ നമുക്കറിയാം. അത് 15-ാം തീയതി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനൊക്കെ സമയം വൈകിയത് കൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ നോക്കിക്കണ്ട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ VD സതീശനൊക്കെ ചെയ്തതിന് ശേഷം മന്ത്രിമാരൊക്കെ വന്നതിന് ശേഷമൊക്കെ 1 മാസമോ 1.5 മാസമോ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടും ഇതിന് തീരുമാനമില്ലെങ്കിലൊക്കെ സമരം ചെയ്യുന്നതിന് ഒരു അർത്ഥമുണ്ട്. സത്യത്തിൽ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന കാര്യം പോലുമില്ല. അത് BJP സംഘപരിവാരം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത്. ആരാ ഈ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? അതായത് മത്സരിച്ച ഒരുവിധം സീറ്റുകളിലൊക്കെ ജയിച്ച് UDFന്റെ പ്രധാന ഘടകകക്ഷിയായി നിൽക്കുന്ന മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് സംഘപരിവാര BJP പ്രൊഫൈലുകൾ ഇങ്ങനെ പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിം ലീഗ് അത്തരത്തിലൊരു സമ്മർദ്ദമോ മറ്റോ ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയതായിട്ടൊരു വാർത്തയും കാര്യങ്ങളും വരാത്ത സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ RSS എന്ന് പറയുന്ന ആ സംഘടന ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉണ്ടോ? ഇല്ല. അഫിലിയേഷൻ ഉണ്ടോ? അത്തരം കാര്യങ്ങളൊന്നുമില്ലാത്ത ആ സംഘടന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഇടപെടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ത്യ രാജ്യത്തെ RSSന്റെ ഏറ്റവും വലിയ നേതാവായ മോഹൻ ഭഗവത്, അയാൾക്ക് Z+ കാറ്റഗറിയാണ്. അപ്പൊ ഇതൊന്നും പ്രശ്നമില്ല. അതേപോലെ തന്നെ റാം മാധവിനെ പോലെയുള്ള ആളുകൾ വിദേശ കാര്യങ്ങളിൽ പോലും സർക്കാർ നടത്തുന്ന വിദേശ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അങ്ങനെ തുടങ്ങി മോദി ഭരണത്തിൽ തങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ തങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അഭിപ്രായം പറഞ്ഞും കയറിയും ഇടപെട്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള രജിസ്ട്രേഷനോ അഫിലിയേഷനോ ഒന്നുമില്ലാത്ത ഈ പറയുന്ന RSS പോലെയുള്ള സംഘടനകളെ ഒരു ഭാഗത്ത് കാണുമ്പോൾ മത്സരിക്കപ്പെട്ട സീറ്റുകളിൽ തങ്ങളുടേതായ പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ട് MLA-മാരെ വിജയിപ്പിച്ചെടുത്ത് UDFന്റെ ഭരണ സംവിധാനത്തിൽ ഘടകകക്ഷിയായി നിൽക്കുന്ന മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് പറയുന്ന അത്തരം RSS പ്രൊഫൈലുകളെ നമ്മൾ എങ്ങനെയാണ് ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും RSS സംഘപരിവാര BJP അജണ്ടകളെ നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. പരസ്പരം ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആഹ്വാനങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഇവരുടെ ചില അജണ്ടയോട് കൂടിയിട്ടുള്ള പെരുമാറ്റങ്ങളെ കുറിച്ചുമൊക്കെ അവരെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത്. പഠിക്കാതെ പോയതും അവർ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിട്ടും അവിടെ നിലപാട് സ്വീകരിക്കാതെ പോയതുമാണ് 3ഓളം സീറ്റിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അവർക്ക് സാധിച്ചത്. അത് നരേന്ദ്രമോദി എടുത്തു പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. 3 സീറ്റ് തന്നെ ആയിരുന്നു, ഇന്ന് നമ്മൾ ഇത് പിടിച്ചടക്കി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും നമ്മൾ 3 സീറ്റിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അത് ഇതേപോലെയുള്ള ചുവടുവെപ്പുകൾക്കാണ് എന്ന് പറയുമ്പോൾ ഇനി അവരുടെ അജണ്ടാപരമായ രാഷ്ട്രീയ നീക്കങ്ങളെയാണ് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. അതായത് RSS സംഘപരിവാരം എന്താണ്, അവരുടെ അജണ്ട എന്താണെന്നുള്ളത് നമുക്കെങ്കിലും ഒരു ബോധം വേണം. എല്ലാവർക്കും, പല രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമുക്കൊരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്.